സ്വയംവര പന്തലിന്റെ അപ്കമിംഗ് എപ്പിസോഡിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദിനിയുടെ അനിയത്തിയെ കോളേജിൽ ചേർത്താനായിട്ട് 2 ലക്ഷം രൂപ കട്ടുകൊണ്ടുപോയിട്ടാണ് കൊടുത്തതെന്നാണ് പത്മ പറയുന്നത്. ഇത് കേട്ടാകെ തകർന്നാണ് നന്ദിനി നിൽക്കുന്നത്. കോളേജിലാണെങ്കിൽ അഡ്മിഷനായിട്ട് 1 രൂപ പോലും കൊടുക്കേണ്ടി വന്നില്ല. എല്ലാം മിത്രയുടെ കളിയായിരിക്കും. വീട്ടില് അച്ഛൻ കൊടുത്തൊരു ചെക്ക് നന്ദിനിയുടെ കയ്യിലുണ്ടായിരിക്കും. ആ ചെക്ക് വീട്ടിലെ വേലക്കാരിയെ ഉപയോഗിച്ച് എടുത്തുകൊണ്ടുവന്ന് ചെക്കിൽ 2 ലക്ഷം രൂപ എഴുതി അത് കോളേജിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്, നന്ദിനിയുടെ പേരും പറഞ്ഞ്. അങ്ങനെയാണ് നന്ദിനിയാണ് 2 ലക്ഷം രൂപ എടുത്തതെന്ന് പത്മ എല്ലാവരോടും പറയുന്നത്. പത്മയ്ക്കാണെങ്കിൽ ഭർത്താവിനെ ആയിരിക്കും സംശയം. നന്ദിനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത് ഭർത്താവാണല്ലോ. എന്നാ അച്ഛൻ പറയുന്നുണ്ട് ഞാനൊന്നുമല്ല എടുത്തതെന്ന്. അതോടുകൂടി നന്ദിനിയാണെന്ന് ഉറപ്പിക്കുന്നുണ്ട്. കോളേജിലോട്ട് വിളിച്ചു ചോദിക്കുമ്പോൾ നന്ദിനിയുടെ പേരിലാണ് ഈ 2 ലക്ഷം രൂപ അനിയത്തിയുടെ അഡ്മിഷന്റെ കാര്യത്തിന് അടച്ചെന്നും കാണിക്കുന്നു. അതോടുകൂടി സമാധാനം ഇല്ലാതാവുന്നുണ്ട്. ഈ ഒരു കാര്യം വെച്ച് നന്ദിനിയെ എന്നേക്കുമായിട്ട് സൂര്യയുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് പത്മം ശ്രമിക്കുന്നു. ഇനി നിന്നെ പോലീസിൽ ഏൽപ്പിക്കണ്ട എന്നുണ്ടെങ്കിൽ എൻ്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ആകെ വിഷമത്തിലായിരിക്കും നന്ദിനി. ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും കള്ളി എന്നുള്ള പേരിൽ ഇറങ്ങാൻ വയ്യ എന്ന് നന്ദിനി തീരുമാനിക്കുന്നു. അതിനായിട്ട് കോളേജിലോട്ട് വീണ്ടും പോവാനായിട്ട് ആരതിയെ വിളിക്കുന്നുണ്ട് കൂട്ടിന്. അങ്ങനെ കോളേജിലെത്തി കാര്യങ്ങൾ പറഞ്ഞ് 2 ലക്ഷം രൂപ തിരികെ മേടിച്ച് കൊടുക്കുക എന്നാണ് നന്ദിനി തീരുമാനിക്കുന്നത്. അനിയത്തിക്ക് അത്രയും ആഗ്രഹമായിരുന്നു ആ കോളേജിലൊരു സീറ്റ്. കള്ളി എന്നൊരു പേര് നന്ദിനിക്ക് ഒരിക്കലും കൊണ്ടു നടക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് അനിയത്തി ആ കോളേജിൽ പഠിക്കണ്ട എന്ന് നന്ദിനി തീരുമാനിക്കുന്നു. ഇത് ആരതിയോട് വിളിച്ചു പറയുന്നത് സൂര്യ കേൾക്കുന്നുണ്ട്. സൂര്യ എങ്ങനെ ആദ്യം തന്നെ വീട്ടിലോട്ട് പോകുന്നുണ്ട്, നന്ദിനിയുടെ വീട്ടിലോട്ട്. അവിടെ ചെന്ന് അനിയത്തിയുമായിട്ട് നേരെ ചെല്ലുന്നത് കോളേജിലേക്കായിരിക്കും. ഇതേ സമയത്ത് തന്നെ ആരതി ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് വരുന്നു. നന്ദിനി അതേ ഓട്ടോയിൽ നേരെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെന്താ പറയാതെ വന്നേ, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന്. അല്ല, അവളെവിടെ? ഞാന് അവളുമായിട്ട് കോളേജിൽ പോകാനായിട്ട് വന്നതാ. കോളേജിലേക്കോ? എന്താ മോളെ കാര്യം? അവളെവിടെ? അവളെ കൊണ്ട് പോവാനാ ഞാൻ വന്നത്. സൂര്യ ഇപ്പൊ വന്നിരുന്നു, സൂര്യ സാറ് വന്നിട്ട് കൊണ്ടുപോയതാ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്നതും നന്ദിനി ഞെട്ടുന്നുണ്ട്. സൂര്യ സാർ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അറിയില്ല, അവളുമായിട്ട് പുറത്തോട്ട് പോയി, ഇപ്പൊ വരാന്നാ പറഞ്ഞത്. എന്തിന്റെ കേടാ സൂര്യ സാറിന്? എന്തായാലും ഞാനിപ്പോ വരാം മുത്തശ്ശി എന്നും പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് മുത്തശ്ശി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ നന്ദിനി, എന്താ കാര്യം? ഇനി അവള് ആ കോളേജിൽ പഠിക്കണ്ട. എന്താ മോളെ പറയുന്നേ? ഇന്നലെയല്ലേ കോളേജിൽ പോയി ചേർത്തിയത്, അപ്പോഴേക്കും അവിടെ പഠിക്കണ്ടെന്ന് പറഞ്ഞാലോ? അവളാണെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ടതാ ആ കോളേജിൽ പഠിക്കാനായിട്ട്. മുത്തശ്ശി, ഇപ്പൊ കാര്യം പറയാനൊന്നും സമയമില്ല, ഞാനെന്തായാലും കോളേജിലോട്ട് പോട്ടെ എന്നും പറഞ്ഞ് ആരതിയെ കൂട്ടി അതേ ഓട്ടോയിൽ തന്നെ കോളേജിലോട്ട് വണ്ടി വിടുന്നുണ്ട്. ഈ സമയത്ത് പ്രിൻസിപ്പാളിനെ കണ്ട് സംസാരിക്കുന്നുണ്ട് സൂര്യയും നന്ദിനിയുടെ അനിയത്തിയും. മാഡം, നന്ദിനി ഇപ്പൊ ഇങ്ങോട്ട് വരും. അവള് വന്ന് ഇവിടെ അടച്ച് 2 ലക്ഷം രൂപ തിരികെ ചോദിക്കും. ഇതിനെന്തിനാ സൂര്യ സാർ ഇങ്ങോട്ട് വന്നേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അത് കുഴപ്പമില്ല, ഇത് ഞങ്ങളുടെ ഫാമിലി കാര്യമല്ലേ. അവള് വീട്ടിലെ ചെറിയൊരു പ്രശ്നം, ആ പേരിനാ കോളേജിൽ അനിയത്തിയെ പഠിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കുന്നേ. പൈസ തിരികെ ചോദിക്കാനും അവള് വരും. അവളിവിടെ അടച്ചു എന്ന് പറയുന്ന 2 ലക്ഷം രൂപ അവൾക്ക് തിരികെ കൊടുക്കണ്ട. പിന്നെ കോളേജിൽ നിന്ന് ഇവളെ മാറ്റണമെന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുകയും ചെയ്യരുത്. ക്ലാസ് തുടങ്ങാൻ പോവാ, ഇനി എന്തായാലും ടീച്ചർ തരാൻ പറ്റില്ല എന്ന് ഒന്ന് പറയണേ എന്ന് സൂര്യ പറയുന്നു. അതിനെന്താ സൂര്യ സാറേ, ഞാൻ അങ്ങനെ പറഞ്ഞോളാം. ഇവള് ഒരുപാട് ആഗ്രഹിച്ചു ഈ കോളേജിൽ പഠിക്കാനായിട്ട്, അതുകൊണ്ടാ. മോൾക്ക് ഇവിടെ പഠിക്കാൻ അത്ര ആഗ്രഹമാണോ? അതെ മാഡം, എന്തായാലും ഇനി അതിനോർത്ത് പേടിക്കണ്ട, മോൾക്ക് ഇവിടെ നല്ലപോലെ പഠിക്കാം എന്നൊക്കെ പ്രിൻസിപ്പൽ പറയുന്നു. അങ്ങനെ സൂര്യ അനിയത്തിയെ കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നു. പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് അനിയത്തിയോട് സൂര്യ പറയുന്നുണ്ട്, നമ്മളിവിടെ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ചേച്ചിയോട് പറയരുത് കേട്ടോ എന്ന്. ഇല്ല സാർ, ഞാനൊന്നും പറയുന്നില്ല. ഇതേ സമയത്തായിരിക്കും നന്ദിനിയും ആരതിയും അവിടെ വന്ന് ഓട്ടോയിൽ ഇറങ്ങുന്നത്. സൂര്യയെ കാണുമ്പോൾ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ആഹാ, ഇതാരാ ആരതിയോ? നിങ്ങൾ എന്താ ഇവിടെ? സൂര്യ സാർ എന്തിനാ ഇവളെ കൂട്ടി ഇങ്ങോട്ട് വന്നത്? നീ ഒന്ന് പതുക്കെ പറ, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് ആരതി പറയുന്നു. ചേച്ചി മിണ്ടാതിരിക്കെ. സൂര്യ സാർ ഇവളെ കൂട്ടി എന്തിനാ ഈ കോളേജിലോട്ട് വന്നത്? അതൊക്കെയുണ്ട്, ഞാൻ ചുമ്മാ വന്നതാ. അവള് പഠിക്കുന്ന കോളേജല്ലേ, അപ്പൊ പിന്നെ ഒന്ന് കാണാ എന്ന് കരുതി. അവൾക്ക് ഈ കോളേജ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നേ. സൂര്യ സാർ എന്തിനിവിടെ വന്നാലും അത് വേണ്ട. ഞാനിവിടുന്ന് ഇവളെ TC വാങ്ങിച്ച് പോരാനാ വന്നത്. എന്തായാലും ഇനി ഇവളെ ഈ കോളേജിൽ പഠിക്കണ്ട. ഇതും പറഞ്ഞുകൊണ്ട് അനീതിയുടെ കൈയും പിടിച്ച് പ്രിൻസിപ്പാളിന്റെ റൂമിലോട്ട് കയറാൻ നിൽക്കുക. വീണ്ടും പറയുന്നുണ്ട് സൂര്യ,
വേണ്ട, നീ എടുക്കുന്ന തീരുമാനം തെറ്റാ, അവളുടെ ഭാവി കൂടെ നീ നോക്ക് എന്നൊക്കെ. പക്ഷെ നന്ദിനി ഒരു പൊടിക്ക് അടങ്ങുന്നുണ്ടായിരിക്കില്ല. മോഷ്ടിച്ചില്ല എന്ന് പലതവണ പറഞ്ഞിട്ടും പത്മ മാഡം ഒരു തരത്തിലും അത് വിശ്വസിച്ചില്ലല്ലോ. അതുകൊണ്ട് തിരികെ ആ പൈസ കൊടുക്കണോ എന്ന് നന്ദിനിയുടെ വാശിയായിരിക്കും. ഉള്ളിൽ ചെന്ന് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മാഡം, ഇവളിനി ഈ സ്കൂളിൽ പഠിക്കുന്നില്ല. മാഡത്തിന് ഞാൻ തന്നു എന്ന് പറയുന്ന 2 ലക്ഷം രൂപ എനിക്ക് തിരികെ തരണം. അതെങ്ങനെ നന്ദിനി? അതൊന്നും നടക്കില്ല. പിന്നെ ക്ലാസ് ആരംഭിക്കാൻ പോവാ. ഇനിയിപ്പോൾ ഇവിടുന്ന് മാറ്റാനൊന്നും പറ്റില്ല. മാഡം, അങ്ങനെ പറയല്ലേ. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യ എന്തായാലും മാഡം എന്നെ കൈവിടരുത്. ആ 2 ലക്ഷം രൂപ എനിക്ക് തിരികെ തരണം. അതെങ്ങനെ നന്ദിനി? താനാണോ ഇവിടെ ആ പൈസ തന്നത്? തൻ്റെ പേരും പറഞ്ഞ് വേറെ ആരോ ആണ് ആ പൈസ അക്കൗണ്ടിലോട്ട് അയച്ചത്. അതുകൊണ്ട് അത് തനിക്ക് തരാൻ പറ്റില്ല. എന്നാൽ മേഡം ഒരു കാര്യം ചെയ്യേ, ഇവളെ ഞാൻ ഇവിടുന്ന് TC വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ വന്നത് അതിലേക്ക് തന്നെ ആ പൈസ തിരികെ അയക്ക്. അതൊന്നും പറ്റില്ല നന്ദിനി, ഇവളിവിടെ പഠിക്കട്ടെ എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ഒരു മാർഗവും നന്ദിനിക്ക് മുൻപിൽ ഉണ്ടായിരിക്കില്ല. ഈ പറയുന്നതെല്ലാം സൂര്യ ഇങ്ങനെ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. നന്ദിനിയാണെങ്കിൽ നിസ്സഹായ അവസ്ഥയിൽ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. വലിയ സങ്കടത്തില് വീട്ടിലോട്ട് വന്ന് കയറുന്നു. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ നന്ദിനി, എന്താ കാര്യം? നീ എന്തിനാ ഇവളാ കോളേജിൽ നിന്ന് TC വാങ്ങി വരാൻ പോയത്? ആ കുഞ്ഞ് ആകെ ആഗ്രഹിച്ചതാ അങ്ങനൊരു കോളേജിൽ പോയി പഠിക്കണമെന്ന്. നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? മുത്തശ്ശി എന്തറിഞ്ഞിട്ടാ അവിടെ 2 ലക്ഷം രൂപ എൻ്റെ പേരും പറഞ്ഞിട്ടാ ആരോ അടച്ചിരിക്കുന്നേ? ആ പേരില് എന്നെ അവിടെ ഇട്ട് എല്ലാവരും കൂടെ ക്രൂശിക്കുക. അതുമാത്രമല്ല, ഞാൻ മോഷ്ടിച്ചു എന്നാ പറയുന്നത് 2 ലക്ഷം രൂപ. അതൊന്നും താങ്ങി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അതെങ്ങനെയെങ്കിലും തിരികെ കൊടുക്കണം. 2 ലക്ഷം രൂപ നീ മോഷ്ടിച്ചെന്നോ? അവരെന്തൊക്കെയാ മോളെ പറയുന്നേ? അതുകൊണ്ടല്ലേ മുത്തശ്ശി ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തേ. എന്നിട്ട് നീ അവിടുന്ന് TC വാങ്ങിച്ചോ? നീ അവിടുന്ന് വാങ്ങിച്ച് ഇവിടെ അടുത്തുള്ള എവിടെയെങ്കിലും ചേർത്തിയാൽ മതി മോളെ. എന്തായാലും ഇതൊന്നും വേണ്ട. ഇല്ല മുത്തശ്ശി, ആ പൈസ തരാനും പറ്റില്ല, TC വാങ്ങിച്ച് പോവാനും പറ്റില്ല എന്നാ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ മോളെ ചെയ്യാ? എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ 2 ലക്ഷം രൂപ തിരികെ കൊടുക്കണം. കുറച്ച് പൈസയൊന്നുമല്ലല്ലോ മോളെ. നമ്മളെപ്പോലുള്ളവർക്ക് അതൊക്കെ ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കുമെന്ന് മോൾക്ക് അറിയുന്നതല്ലേ? എന്താണെങ്കിലും എനിക്ക് ആ പൈസ തിരികെ കൊടുക്കണം. ആരതിയോട് പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് വേണ്ടി ചേച്ചി ഒരു ഉപകാരം ചെയ്തു തരുമോ? ആ പൈസ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു തരുമോ? ചേച്ചിയോട് ചോദിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. ചേച്ചിയെ കൊണ്ട് അത്ര പൈസയൊന്നും ഉണ്ടാക്കാനും പറ്റില്ല എന്ന് എനിക്കറിയാം. എവിടെന്നെങ്കിലും കടം വാങ്ങിച്ച് തന്നാൽ മതി ചേച്ചി, അല്ലെങ്കിൽ പലിശയ്ക്ക് വാങ്ങിച്ച് തന്നാൽ മതി. എനിക്ക് ആ 2 ലക്ഷം രൂപ ഉടനെ കൊടുത്തേ പറ്റൂ. നന്ദിനി, നിന്റെ മാനസികാവസ്ഥ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഞാനൊന്ന് ശ്രമിക്കട്ടെ. എന്തായാലും എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ നിന്നെ വിളിച്ച് പറയാം. പലിശയ്ക്ക് മതി ചേച്ചി, ചേച്ചി എന്നെ കൈവിടല്ലേ എന്ന് ആരതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ആരതി അവിടെ നിന്ന് ഇറങ്ങുന്നു. പോകുന്ന വഴിക്കില് സൂര്യയെ വിളിക്കുന്നുണ്ട്. സൂര്യ സാറേ, നന്ദിനി ആകെ തകർന്നു നിൽക്കുക. സൂര്യ സാറാണ് അവിടെ പോയി പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. നന്ദിനി ഒരു പാവാ. അവളിപ്പോൾ എന്നോട് പറയുന്നത് ആ 2 ലക്ഷം രൂപ തിരികെ കൊടുക്കണോ എന്നാ. പ്രിൻസിപ്പാൾ എന്തായാലും പൈസ തരില്ല എന്ന് പറഞ്ഞില്ലേ? കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഇനി ആ വീട്ടിലോട്ട് ആ പൈസ കൊണ്ടേ വരുമെന്നാ അവള് പറയുന്നേ. ഞാൻ എന്ത് ചെയ്യാനാ? പലിശക്കാരനെ ആരെയെങ്കിലും അറിയുമെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാനാ നന്ദിനി പറയുന്നേ. അവൾക്ക് 2 ലക്ഷം രൂപ ആവശ്യമുണ്ടെങ്കിൽ അവൾ എന്തിനാ പലിശയ്ക്ക് വാങ്ങിക്കുന്നേ? ഞാൻ കൊടുക്കില്ലേ? അതൊന്നും അവള് വാങ്ങിക്കില്ല. എന്ത് ചെയ്യാനാ? ആ കുട്ടി ആകെ സങ്കടത്തില്ല. എടുക്കാത്ത കാര്യത്തിനല്ലേ അവിടെ മേഡമൊക്കെ അവളെ എങ്ങനെയൊക്കെ കുത്തി പറയുന്നേ. അതുകൊണ്ടാകെ തകർന്നാ അവൾ ഇരിക്കുന്നേ. എന്തായാലും ആരതി, ഇതിനൊരു തീരുമാനം ഞാൻ എടുത്തോളാം എന്ന് സൂര്യ പറയുന്നു. സൂര്യ കുടിച്ച് ലെക്ക് കെട്ടാണ് വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്. അച്ഛൻ അങ്ങനെ സൂര്യയോട് ചോദിക്കുന്നുണ്ട്, അല്ല സൂര്യ, നന്ദിനി എവിടെ? അവള് വന്നില്ലല്ലോ. അവൾ ഇനി വരാൻ പോകുന്നില്ല അച്ഛാ. അവള് ഇനി ഈ വീടിന്റെ പടി ചവിട്ടില്ല. ഇവിടെയുള്ളവരെ പോലെയൊന്നും അല്ല. ഇവിടെയും കുറേ എണ്ണം ഉണ്ടല്ലോ. അതുപോലൊരു സ്ത്രീയല്ല നന്ദിനി. അവൾക്ക് ആത്മാഭിമാനമുണ്ട്. അതുകൊണ്ട് ആ 2 ലക്ഷം രൂപ തിരികെ തരാതെ അവൾ ഇങ്ങോട്ട് വരില്ല എന്നാ പറയുന്നേ. ഇത് കേട്ടുകൊണ്ട് പത്മ വരുന്നുണ്ട്. ഓ, ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് നീ പറയാ? എനിക്കറിയാം അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. അവളെ ഇവിടുന്ന് എന്തൊക്കെ കിട്ടുമോ അതൊക്കെ എടുത്ത് പോവാനായിട്ടാണ് നടക്കുന്നേ. അവളുണ്ടോ 2 ലക്ഷം രൂപ തിരികെ തരുന്നു എന്ന് പത്മം പറയുന്നു. ഇത് കേട്ടാണെങ്കിൽ സൂര്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളെപ്പോലെയാണെന്ന് കരുതിയോ എല്ലാ സ്ത്രീകളും? അവള് ഞാൻ പറഞ്ഞ പോലെ ആത്മാഭിമാനമുള്ള സ്ത്രീയാ. അവൾ ആ പൈസയും കൊണ്ടല്ലാതെ ഇങ്ങോട്ട് വരില്ല. ഇനി അവളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് സൂര്യ ഉള്ളിലോട്ട് പോകുന്നു. നീ എന്തിനാ അവനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? നന്ദിനി ഒരു പാവം കുട്ടിയാ. നീ ആയിട്ട് അവളെങ്ങനെ വിഷമിപ്പിക്കരുത്. നിങ്ങൾക്ക് അവളെ സ്വഭാവം അറിയാഞ്ഞിട്ടാ.
ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ടും നിങ്ങൾ എന്തിനാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ? ദേ പത്മം, മതി. നീ അവനെ ഇനിയും ചൊടിപ്പിക്കാനായിട്ട് അതും ഇതും പറയണ്ട എന്നും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കും. നന്ദിനിയും മുത്തശ്ശിയും അനിയത്തിമാരെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശി നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, മോളെ എന്തായി പൈസയുടെ കാര്യം? ആരതി പിന്നെ വിളിച്ചോ? ഇല്ല, വിളിച്ചിട്ടില്ല. അല്ല, ഇന്ന് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട മുത്തശ്ശി? ഞാൻ പോയി വാങ്ങിക്കാം. വേണ്ട മോളെ, ഇവിടെ ഒന്നുമില്ലല്ലോ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് നന്ദിനി ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ സൂര്യ ഒരു പലിശക്കാരനെ വേഷം കെട്ടിച്ച് നന്ദിനിയുടെ അടുത്തോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. കയ്യിൽ 2 ലക്ഷം രൂപ കൊടുക്കുന്നത് സൂര്യ ആയിരിക്കും. സൂര്യ കൊടുത്താൽ വാങ്ങിക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഒരു പലിശക്കാരനെ ഏർപ്പാടാക്കുന്നത്. അറിയുന്ന ഒരാൾ തന്നെയായിരിക്കും. അങ്ങനെ ആ വഴിക്ക് നന്ദിനിക്ക് 2 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ആ പൈസയും കൊണ്ട് നന്ദിനി വീട്ടിൽ വന്ന് പത്മത്തിന് ആ പൈസ കൊടുക്കുന്നു. നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. നാളെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.